ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 6000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്, ഏകദേശം എല്ലാ ഡീറ്റെയിൽസും. അതായത് ആർക്കൊക്കെ ഈ ഒരു 6000 രൂപയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം, അതുപോലെ തന്നെ ആരൊക്കെ അപേക്ഷിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഫോം ഫില്ലിംഗ്, ഇതെങ്ങനെയാണ് നമ്മൾ ഫോം പൂരിപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെ ഓൺലൈനായിട്ട് ആണ് അപേക്ഷിക്കേണ്ടത്, അതിന്റെ എവിടെയൊക്കെ നമുക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ അപേക്ഷിക്കാൻ നമ്മൾ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ എന്നുള്ള ഒരു സ്കീമിൽ പെട്ടിട്ടുള്ള, അതായത് പ്രധാനമായിട്ടും അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോം ഫില്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, സാധാരണ അതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ സാധാരണ നൽകും. പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മുന്നേ ഇതിൽ അപേക്ഷിച്ചിട്ടുള്ള പലർക്കും ക്യാഷ് കിട്ടാതിരിക്കാനുള്ള കാരണം ഒരു പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ പേര് എഴുതുന്ന സമയത്ത് പലരും മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ എഴുതും. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ പേര് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. അതുപോലെ തന്നെ ആധാർ, പാസ്ബുക്ക്, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സിലൊക്കെ ഉള്ള പോലെ സെയിം പേരായിരിക്കണം നമ്മൾ ഈ ഒരു ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടത്. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും ഒരേ പേര് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കണം പേര് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാഷ്, ഈ ഒരു 6000 രൂപ ലഭിക്കുക നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ, അതുപോലെ തന്നെ IFSC തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നൽകുക. നിങ്ങളൊക്കെ അത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും നമുക്ക് ഇത് എവിടെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇത് നമുക്ക് അക്ഷയ, അതുപോലെ തന്നെ മറ്റു ജനസേവാ കേന്ദ്രം, അതുപോലെ തന്നെ CSC സെന്റർ തുടങ്ങിയ ഒരുപാട് സെന്ററുകൾ നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ അയൽ നാട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അവിടേക്ക് പോയിട്ട് നമുക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ അത്തരത്തിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ഒരുപാട് പേർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ അക്ഷയ അല്ലെങ്കിൽ മറ്റു ജനസേവന കേന്ദ്രം, CSC സെന്റർ ഇവിടേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും കയ്യിൽ കരുതേണ്ട രേഖകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ബാങ്കിലെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് പാസ്ബുക്ക് കയ്യിൽ കരുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ വേണം, അതുപോലെ തന്നെ റേഷൻ കാർഡ്, അതുപോലെ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ കയ്യിൽ കരുതുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഡോക്യുമെന്റ്സ് വേണ്ടത് കൈവക അവകാശ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ്. ഇത് പലർക്കും ചിലപ്പോൾ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് അത് അപേക്ഷ സമർപ്പിച്ചാൽ, ഇത്തരത്തിൽ അക്ഷയ സെന്റർ വഴിയൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങളുടെ വില്ലേജിൽ നിന്നും അതിന്റെ അപ്രൂവൽ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെന്റ് ഇല്ലാത്തവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അപേക്ഷ. അതായത് അക്ഷയ അതുപോലെ തന്നെ മറ്റു ജനസേവന കേന്ദ്രം വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നികുതി അടച്ചിട്ടുള്ള ഷീറ്റ്, അതായത് നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയുടെ നികുതി ഷീറ്റ് നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് കയ്യിൽ കരുതണം ഇത്തരത്തിൽ പോകുന്ന സമയത്ത്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത്, അതായത് അക്ഷയ സെന്റർ ഒക്കെ നമുക്ക് പോകുന്ന സമയത്ത് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. അതുപോലെ തന്നെ ഇതൊക്കെ നൽകിയാൽ അവര് ഇത് അപേക്ഷിക്കും. ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിനു ശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തരും. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ബന്ധപ്പെട്ട രേഖകളും നിങ്ങളുടെ കൃഷിഭവനിൽ നിങ്ങൾ നൽകുക. നിങ്ങളുടെ ഏത് പഞ്ചായത്താണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ, അതായത് നിങ്ങളുടെ കൃഷിഭവനിൽ നിങ്ങൾ ആ ഒരു പ്രിന്റ് ഔട്ടും അതിനോടൊപ്പം തന്നെ അവർ പറയുന്ന ഡോക്യുമെന്റ്സുകളും വെച്ചതിന് ശേഷം നിങ്ങൾ കൃഷിഭവനിൽ സബ്മിറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി പലർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, ഇത് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമോ, അതുപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കില്ല തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ, ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഇന്ത്യൻ പൗരനും ഇത് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉള്ള വ്യക്തികൾക്കാണ് ഈ ഒരു ഇതിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ഈ ഒരു ക്യാഷ് ലഭിക്കുക. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾക്ക് ബാങ്കിലോട്ട് വരും. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നാണ് അറിഞ്ഞത്. അതൊന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ചെറിയൊരു ഡൗട്ട് ഉണ്ട്, അതിനാണ് സാധ്യത. അതായത് 18 മുതൽ 40 വരെ തന്നെ ആവാനാണ് ചാൻസ് ഉള്ളത്. അത് എന്തായാലും നിങ്ങളൊന്ന് കൃഷിഭവനിൽ ഒന്ന് അന്വേഷിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് കേന്ദ്ര ജോലിയുള്ള ആളുകൾ, അതുപോലെ തന്നെ മന്ത്രിമാർ, തഹസിൽദാർ, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇവർക്കൊന്നും ഈ ഒരു സ്കീം, അതായത് ഈ ഒരു കിസാൻ സമ്മാൻ എന്നുള്ള ഈ ഒരു സ്കീം വഴി ക്യാഷ് ലഭിക്കില്ല. അവർക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള അർഹത ഇല്ല എന്ന് സാരം. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കണം, അതുപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഫോം ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ എവിടെയൊക്കെ പോയിട്ട് നമുക്ക് അപേക്ഷിക്കാം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക, ഇത് കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ മാക്സിമം കർഷകർ, അതായത് റേഷൻ കാർഡും അതുപോലെ തന്നെ സ്ഥലവും അതിന്റെ നികുതി ചീട്ടൊക്കെ ഉള്ള എല്ലാവർക്കും തന്നെ ഈ ഒരു ക്യാഷ് ലഭിക്കുന്നതാണ്. നിങ്ങളിപ്പോ കൃഷി ചെയ്താലും ഇല്ലെങ്കിലൊക്കെ ഇത് കിട്ടും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് അർഹരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് അപേക്ഷിക്കുക. ക്യാഷ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് പലർക്കും ക്യാഷ് ലഭിച്ചിട്ടുണ്ട്. ഒരുമിച്ചല്ല വരുന്നതെന്ന് തോന്നുന്നു. അതായത് 2000 രൂപ വീതമാണ് അക്കൗണ്ടിലോട്ട് വരിക. 3 ഘട്ടമായിട്ടാണ് ലഭിക്കുക എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പലർക്കും ക്യാഷ് ലഭിച്ചിട്ടില്ല. അവര് ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അപേക്ഷ നൽകുന്ന സമയത്ത്, അതിൽ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് എഴുതുമ്പോൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ തന്നെ എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ ആധാറിലും പാസ്ബുക്കിലൊക്കെ ഉള്ള സെയിം പേര് തന്നെ ആയിരിക്കണം. അതായത് പലരും ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പേരിലാണ് ഞാൻ അപേക്ഷ നൽകുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരാളുടെ പേരിലുള്ള ബാങ്ക് ഡീറ്റെയിൽസ് നൽകിയാൽ ഒരു പക്ഷെ ക്യാഷ് ലഭിക്കില്ല. ആരുടെ പേരിലാണോ അപേക്ഷ സമർപ്പിക്കുന്നത് അയാളുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ നൽകുക. അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ഒക്കെ നൽകുന്ന സമയത്ത് കറക്റ്റ് അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡൊക്കെ അറിയാത്തവർക്ക് നിങ്ങളുടെ പാസ്ബുക്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ഒരു ബാങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ,
അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ആളുകളിലേക്കൊക്കെ ഒന്ന് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ തുടർന്നും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതൊക്കെ മാക്സിമം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഐക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.